ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ നമുക്കിത് ഉപയോഗിക്കാം. ഇത് തേക്കേണ്ടത് നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് പാത്രത്തിലാണെങ്കിലും എടുക്കാം. എടുത്തിട്ട് ഇതുകൊണ്ട് വകുപ്പ് ഇങ്ങനെ എടുത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണ നമ്മൾ ബോട്ടിലാക്കി കഴിഞ്ഞതാണിത്. ഈ എണ്ണയാണ് നമ്മുടെ ഈ മുടിയുടെ രഹസ്യം. ഇത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയുടെ മുടി ഇത് നന്നായിട്ട് പോയതായിരുന്നു, ശരിക്കും പോയ മുടിയായിരുന്നു. വീണ്ടും ഈ കാച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാണ് ഇപ്പം ഇത്രയായിരിക്കുന്നത്. ഇപ്പോഴും നല്ലതായിട്ട് വളരുന്നുണ്ട്, നല്ലതായിട്ട് മുടി വളർച്ച ഉണ്ട്. അതുകൊണ്ട് തന്നെ മകൾക്കും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ എണ്ണ തന്നെയാണ്. അവിടെ മുടി നമ്മൾ കാണിക്കാം. ഇവക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളം മാറി വരുമ്പം ക്ലോറിന്റെ വെള്ളമൊക്കെ പൈപ്പ് ലൈനിൽ വെള്ളം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ നല്ലതായിട്ട് മുടി ഇവിടെ നിന്ന് നന്നായിട്ട് പോയതായിരുന്നു. വീണ്ടും നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുടി വളരുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരുപാട് ഇവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടണമല്ലോ. നല്ലതായിട്ട് മുടി വളരുന്നുണ്ട്. അമ്മൂമ്മയുടെ കൂട്ടാണോ? കൂട്ടാണല്ലേ? ശരി. അമ്മൂമ്മ എവിടെന്നാലും അമ്മൂമ്മ ഉണ്ടോ? ഇപ്പൊ ചേച്ചിയുണ്ടോ? ഇല്ല, വർഷം. അപ്പൊ അമ്മൂമ്മ അമ്മയെ പഠിപ്പിച്ചു, അമ്മ ഇപ്പം ചേച്ചി അല്ലേ? ഓക്കെ. ഈ കാണുന്ന മുടി അന്നേരം നമ്മുടെ ഈ ഒരു കൂട്ട് ഉണ്ടാക്കുന്നതാണ്. കറ്റാർവാഴ, നീലമിരി, ഉലുവ, കരിഞ്ചീരകം, നെല്ലിക്ക, തുളസി, മൈലാഞ്ചി, കറ്റാർവാഴ ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പനിക്കൂർക്ക, ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, നിലനാരകം, കയ്യോന്നി, പൂവൻകൊടന്തൽ, കവുങ്ങിന്റെ പൂക്കലയുണ്ട്, അതുകൊണ്ട് തന്നെ വേര് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നാരകത്തിന്റെ ഇല. അപ്പൊ ഏകദേശം ഒരു 24-25 കൂട്ടാണ് ഈ ഒരു എണ്ണയ്ക്കകത്ത് വരുന്നത്. പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ കൂട്ടലിലൂടെ എന്ത് ചെയ്യാൻ പോകണം? ഇത് നമുക്ക് എണ്ണ റെഡിയാക്കി നമ്മളിപ്പോ എത്ര കിലോ എണ്ണയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട് അതിന്റെ അനുസരിച്ചാണ് നമ്മൾ പാകം ചെയ്യുന്നത്. എത്രമാത്രം നമുക്ക് കൂട്ടുകൾ വേണമെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്താണ് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എത്ര ലിറ്ററിനല്ല എത്ര കിലോയ്ക്കുള്ളതാണ് ഇപ്പൊ തയ്യാറാക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ ഒരു 50 കിലോ എണ്ണയ്ക്കുള്ളതാണ് അതിന്റെ കൂട്ടാണ് ഈ കണ്ടത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കൂട്ടെല്ലാം പല സ്ഥലങ്ങളിൽ ശേഖരിച്ച് ഇത് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? എന്താണ്? നമുക്ക് വീട് നട്ടു വളർത്തുന്ന കുറവുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പില് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് ഇലയൊക്കെ തുടങ്ങി. ഇല, വേര്, അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഉണക്ക സമയമാകുമ്പോൾ നമുക്ക് ഇതൊന്നും പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, എല്ലാം ഉണങ്ങിപ്പോകും. ഇപ്പം ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിന്റെ വലിയൊരു ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇത് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി നമ്മള് എണ്ണ ആദ്യമേ അടുപ്പേല് വെക്കുകയാണ്. ചെറിയൊരു ചൂടായതിനു ശേഷം നമ്മള് ചക്കിലാട്ടിയ ചക്കിലാട്ടിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൂട്ടെല്ലാം ചതയ്ക്കണം. ഇതെല്ലാം ചതച്ചെടുക്കണം. ഇത് ഓരോന്നും കൂടെ ചതച്ചെടുത്ത് ഒന്നിച്ചാക്കിയിട്ട് പിന്നെ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കൂട്ടുകളെല്ലാം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. പിന്നെ നന്നായിട്ട് നമ്മള് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ പിടിക്കാതെ എണ്ണ കൂടുതൽ തീയിൽ പോവാതെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ നമ്മള് നോക്കൂ. ഇതിന്റെ ഇലകൾ മൊത്തം ഇതിനകത്ത് വെന്ത് ഇതിന്റെ ചാറെല്ലാം അതിനകത്ത് ഇറങ്ങി പാകമാകണം. ഓക്കെ. അപ്പൊ ചേച്ചിയും ആരൊക്കെ സഹായത്തിന് നമുക്കുള്ളത്? സഹായത്തിന് ഇവിടെ അമ്മയുണ്ട്, പപ്പായുണ്ട്, കുഞ്ഞമ്മയുണ്ട്, പിന്നെ ഉപ്പാപ്പനുണ്ട്. വീട്ടുകാരെല്ലാം ചേർന്ന ഒരു വീട്ടുകാരെല്ലാം ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ കുഞ്ഞുനാളി തൊട്ടേ ഞങ്ങൾക്ക് ഈ അമ്മ കാലം തൊട്ടേ ഞങ്ങൾക്ക് നമുക്ക് എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് അമ്മൂമ്മയുടെ കൂട്ടാണോ? കൂട്ടാണല്ലേ? ശരി. അമ്മൂമ്മ എവിടെന്നാലും അമ്മൂമ്മ ഉണ്ടോ? ഇപ്പൊ ചേച്ചിയുണ്ടോ? ഇല്ല, വർഷം. അപ്പൊ അമ്മൂമ്മ അമ്മയെ പഠിപ്പിച്ചു, അമ്മ ഇപ്പം ചേച്ചി അല്ലേ? ഓക്കെ. ഈ കാണുന്ന മുടി അന്നേരം നമ്മുടെ ഈ ഒരു കൂട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അമ്മൂമ്മയുടെ സ്വന്തം കൂട്ടായിരുന്നോ അതോ? അമ്മയുടെ സ്വന്തം ഇതാണ്. അമ്മയുടെ കാലം തൊട്ട് എന്റെയൊക്കെ കുഞ്ഞുനാളി തൊട്ടേ ഞങ്ങൾക്ക് തലയിൽ പിടിച്ച് എണ്ണ തേച്ച് തരുമായിരുന്നു. അന്നൊക്കെ മടിയായിരുന്നു, പക്ഷെ അന്നൊക്കെ ഇതിലും മേലേന്ന് നമുക്ക് പറയാം മുടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് സ്കൂള്, നമ്മുടെ കോളേജ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോൾ പിന്നെ എണ്ണയൊന്നും എടുത്തില്ല. പിന്നെ ഇങ്ങനെ പാറിപ്പറപ്പിച്ച് നടക്കാനാണല്ലോ ഇഷ്ടം. അതൊക്കെ കാരണം ഉപയോഗിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഉപയോഗിക്കാതിരുന്നിട്ട് എന്റെ മുടി ഒരുപാട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരെ അത്രയും വരെ ഊരിപ്പോയി. ആ സമയത്ത് ഇതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം, മുടി ചിലപ്പം ശരിയാവുമായിരിക്കുമെന്ന്. അപ്പൊ വീണ്ടും അമ്മ അത് കാച്ചി റെഡിയാക്കി തന്നു. അത് ഉപയോഗിച്ച് നല്ല മാറ്റം നമുക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം നമ്മളിത് ഒന്ന് തേച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഈ തലയിൽ ഈ എണ്ണ മുമ്പ് നമ്മള് അല്ലാതുള്ളതൊക്കെ അല്ലേ തേക്കുന്നത്, ചിലപ്പോ തേക്കാതെ ആയിരിക്കും. അപ്പൊ വീണ്ടും നമ്മുടെ തലയിൽ ഇത് പിടിച്ചു വരണമെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം വരും. അത് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മുടി വളരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ മാറ്റം വന്ന് നല്ല മുടിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നമുക്കൊക്കെ പ്രയോജനപ്പെട്ടത് നമുക്കതൊരു പബ്ലിക്കിലേക്ക് നമുക്കത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയത്.
അമ്മ ഇതിനകത്ത് ആദ്യം എന്താ ഇടുന്നതിനകത്ത്? ആദ്യമേ നമ്മൾ ഉലുവായും കരിഞ്ചീരവും കരിഞ്ചീരമാണ് നമ്മളിപ്പോ ഇട്ടത്. വെളിച്ചെണ്ണയിലിട്ടിരിക്കും. ഓക്കെ, അത് വെളിച്ചെണ്ണ ഒരു ചെറിയൊരു ചൂട് മതി. ചെറിയൊരു ചൂടില്. ഓക്കെ, അപ്പൊ രണ്ടും ചെറിയ ചൂടായിട്ടുണ്ട്. അപ്പൊ അന്നേരം ഉലുവയും കരിഞ്ചീരവും ഇട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കൂട്. അത് ബാക്കിയുള്ള എല്ലാം പിന്നെ ഒരുമിച്ച് പുറകെ വാരി വാരി ഇട്ടാലും മതി, ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇരയുടെ പുറത്ത് നിന്നാലും ഇത് മൂത്ത് വരാനൊക്കെ ബുദ്ധിമുട്ട് വരും. ശരി. അപ്പൊ ഇതാകുമ്പോ ആദ്യം അത് മൂത്ത് ശരിയായി വരും. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയുള്ള കൂട്ട് ഇവിടെ ചേച്ചി ഇവിടെ ഇടിച്ച് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇത് ശരിക്ക് ഇടിക്കണം, അത് ഒരു പരുവത്തിലൊരു മീഡിയം റേഞ്ചിൽ എത്രമാത്രം ഇതിൽ ചതഞ്ഞ് കിട്ടുന്നു അതിനകത്തെ നീര് അതിനകത്ത് ഇറങ്ങാൻ എളുപ്പമാണ്, എണ്ണയ്ക്കകത്തോട്ട് കലരാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിവതും അത്രയും കൂടുതലായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ കറ്റാർവാഴ അരിഞ്ഞു വെച്ചതല്ലേ? നമ്മുടെ പച്ച കറ്റാർവാഴയല്ലേ ഇത്? ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ്. അമ്മ എന്താണ് പോകുന്നത്? ബ്രഹ്മി അല്ലേ? നമുക്ക് ഒരു 26-25 കൂട്ടം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഏതൊക്കെയാണത്? നീലയമരിയുണ്ട്, കറ്റാർവാഴപ്പോള, ബ്രഹ്മി ഏറ്റവും പ്രധാനപ്പെട്ട നീലയമരി, കറ്റാർവാഴ, ബ്രഹ്മി, കേശവർദ്ധിനി, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാത്തിനും അതിന്റേതായുള്ള ഗുണമുണ്ട്. എങ്കിലും ഏറ്റവും വലുത് ഈ നാളിലാണ് അല്ലേ? ശരി. പിന്നെ അതുപോലെ തന്നെ ഓരോന്നിനും ഇപ്പൊ തന്നെ എല്ലാം എണ്ണ നല്ലപോലെ തിളച്ചിട്ടില്ല, എല്ലാ ഒരു ചെറിയ ചൂടിലാണ് നമ്മൾ ഇടുന്നത്. പതുക്കെ കയറി ഇതിട്ട് തിളക്കണം അല്ലേ? എന്നിട്ട് ഇതിന്റെ സത്തെല്ലാം നമ്മുടെ ആ എണ്ണയിലോട്ട് ഇതിൽ പിടിച്ച് അതൊന്ന് വറുത്ത് കോരുമ്പോൾ ഇത് മൊത്തം പൊങ്ങും. ഓ ശരി. പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കും രാവിലെ വരെ. ഓ ശരി. ഇറങ്ങി തണുത്ത് അതിൽ തന്നെ ആ നീരും വെതറും വന്ന് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ അല്ല അരിച്ചെടുക്കും അങ്ങനത്തെ അല്ല, ഒരു ദിവസം ഫുൾ ഇങ്ങനെ ഇട്ടേക്കും. ചിലർക്ക് എണ്ണ വെക്കുമ്പം ഈ നീരിളക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവും, എണ്ണ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കൂർക്കയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ജലദോഷം പനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. പിന്നെ മെയിൻ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഈ എണ്ണ ചിലർ ചോദിക്കാറുണ്ട് തലേന്ന് രാത്രിയിൽ പുരട്ടി വെച്ചേക്കണമെന്നൊക്കെ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു 3 തവണ 2-3 തവണ. കാരണം എല്ലാ ദിവസവും നമുക്ക് ഈ കാച്ചെണ്ണ ആയതുകൊണ്ട് തേക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ മണം പുറത്തെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ നമ്മൾ ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ഈ എണ്ണ തലയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഓയിൽ നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ വെക്കുകയേ വേണ്ട. അതിനുശേഷം നമ്മൾ നോർമലി ഷാമ്പു ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ, അല്ലാതെ താളി എന്തെങ്കിലും ഉപയോഗിച്ചാണ് കഴുകി കളയുന്നെങ്കിൽ ഉപയോഗിച്ച് കഴുകി കളയാം. കറക്റ്റായിട്ട് ഉറപ്പ് പറയുന്നു 3 മാസം ഈ പറഞ്ഞ കോണക്ക് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ 100% ഞങ്ങൾ റിസൾട്ട് നേടിയ അനുഭവസ്ഥരാണ്. മുടി വളരെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. കാരണം നമുക്കിപ്പോ പറ്റിച്ച് നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇതെന്നേ ചെയ്യാമായിരുന്നു. പക്ഷെ എന്റെ അനുഭവത്തിൽ ഇത് ഒരു പ്രശ്നം വന്നപ്പം വീണ്ടും നമ്മളിത് റിപ്പീറ്റ് വീട്ടുകാരോട് പറഞ്ഞ് ചെയ്തപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, 4 പേർക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ആവട്ടെ, അത്രയും നല്ലതല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്റെ കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ പരിചയത്തിലുള്ളവരൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് വീണ്ടും അവർ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. അവരുടെ കസിൻസിനും ഒക്കെ ആയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. എബ്രോഡുള്ളവർക്ക് നമുക്ക് ഓയിൽ ആയതുകൊണ്ട് അയക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നിട്ട് പോകുന്നവര് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് 3-4 ബോട്ടിലൊക്കെ ഒന്നിച്ച്. കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് വേണമെങ്കിൽ വീണ്ടും വാങ്ങിക്കണമല്ലോ. അതുകൊണ്ട് ഒന്നിച്ച് 2-3 ബോട്ടിലുകൾ ഒന്നിച്ച് കൊണ്ടുപോകും. കാരണം ഒരു 6 മാസം അങ്ങനെ കണ്ടിന്യൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ക്രമേണ നല്ല രീതിയിൽ മുടിയുടെ ആ വളർച്ച ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ പയ്യെ ഉള്ളത് ആഴ്ചയിൽ 1 തവണയാക്കാം, അങ്ങനെ ഇടയ്ക്കിടയ്ക്കാക്കി മാറ്റാം. പക്ഷെ ആദ്യമേ നമ്മൾ കുറച്ച് ഒരു 3 മാസത്തോളം നന്നായിട്ട് തന്നെ ഇത് പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കണം. ചേച്ചി, നമ്മുടെ കമുകിന്റെ വേറെ അതുപോലെ തന്നെ പൂക്കൾ ഇടുന്നുണ്ട്, അതിന്റെ ഉപയോഗം എന്തോ? അതിന്റെ കമുങ്ങിൻ്റെത് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരന് എല്ലാവർക്കും ഒരു പ്രശ്നം, താരനുള്ള പ്രശ്നം. ആ താരന്റെ ഏറ്റവും പ്രതീതിയായിട്ടുള്ള കാര്യമാണ് ഈ കവുങ്ങിന്റെ വേര് എന്ന് പറയുന്നത്. ഈ വേര് ചതച്ച് നന്നായിട്ട് ഇതിന്റെ നീരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചതച്ച് എണ്ണയ്ക്കൊപ്പം ഉപയോഗിക്കുന്നത് താരം പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. കവുങ്ങിന്റെ അതാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ, അതാണ് കമുങ്ങിന്റെ വേര് താരന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, പനിക്കൂർക്ക നമ്മുടെ ജലദോഷം പനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ മരുന്നുകളും നമ്മുടെ തലയോട്ടിയിൽ തേക്കുന്നതിന് ഓരോരോ പ്രത്യേകതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ബ്രഹ്മി നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബുദ്ധിശക്തിക്ക് വേണ്ടിയിട്ട് ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രഹ്മിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറയുന്നത് എണ്ണയിലും ചിലർ പറയും തലയിൽ എണ്ണ വെച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങി നീരിറക്കമൊക്കെ ഉണ്ടാകും. അപ്പൊ ശരിക്കും അത്
ഉള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ ബുദ്ധിശക്തി വികാസത്തിനും അത് പ്രയോജനകരമായിട്ട് വരുന്നുണ്ട് അതിനകത്ത്. അതെ, കുട്ടികളിലൊക്കെ ശരിക്കും ബ്രഹ്മി അതെ കഴിക്കുന്നതിനെ പറ്റി പറയുന്നത്. നെല്ലിക്ക അതുകൊണ്ട് തന്നെ. നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി വളരുന്നതിന് നല്ലതാണ്, ഓർമ്മശക്തി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സാധനമാണ്. ചേച്ചി നമ്മൾ കൂട്ടെല്ലാം ഇപ്പൊ ഇട്ട് കഴിഞ്ഞല്ലേ? അപ്പൊ ഇനിയിപ്പം അടുത്ത ഘട്ടം എന്ന് പറയുമ്പോ എന്താണ്? ഇനിയും ഇത് ചെറിയ തീയിൽ ഇങ്ങനെ ഇത് തിളച്ച് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കൂട്ടുകൾ മൊത്തം ഇതിനകത്ത് വെന്ത് ചേരണം. ശരി. ഇപ്പൊ ഈ ഇല ഇട്ടിരിക്കുന്ന എല്ലാം ഇത് പൊങ്ങി, കുറെ ഇലകളും പൊങ്ങിയാണ് കിടക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇനി വെന്ത് ഇതെല്ലാം അടിയിൽ പോകും. എല്ലാം അടിയിൽ പോകും. ഇതെല്ലാം അടിയിൽ പോയി ഇത് വെന്തെല്ലാം പാകമായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഇതിന്റെ ഭാരം എല്ലാം കുറഞ്ഞിട്ട് ഇതിനകത്തെ ഇലകൾ ചെറുതായിട്ട് പൊങ്ങി വരും. അപ്പോഴത്തേക്ക് ഇത് മൊത്തം നല്ല കറുപ്പ് നിറവായിട്ട് മാറും. ഇലകൾ മൊത്തം വെന്ത് നമ്മുടെ ഇട്ട സാധനത്തിന് മൊത്തം ഇതിനകത്ത് ഇറങ്ങും. അതിന് ഏകദേശം നമ്മൾ എത്ര സമയം എടുക്കും? ഒരു 7 മണിക്കൂറോളൊക്കെയാണ് ഏകദേശം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തീ അണച്ചങ്ങിടും. തീ അണച്ചിട്ടിട്ട് ഈ അടുപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കും. ഇതിനെ മാറ്റുന്നത് നാളെയാണ്. തീ ആയാലും ആ ഒരു കുറച്ച് തീ മാത്രമേ ഇടത്തുള്ളൂ, ചുറ്റിനും ആളി കത്തത്തില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഈ പാത്രം ഇപ്പൊ ഇച്ചിരി സൗകര്യം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തീയായിട്ട് ഇടാനും പറ്റത്തില്ല. കൂടുതൽ തീയിട്ട് പെട്ടെന്ന് കരിച്ചിട്ട് കാര്യമില്ല. ശരി. അതായത് വെന്തിറങ്ങണമെങ്കിൽ സമയമെടുത്ത് അതിനകത്തെ എല്ലാ ഇതും എണ്ണയ്ക്ക് ചേരണം. ഓക്കെ. അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി കൊടുക്കും. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് ചേർക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ചേർക്കാനുള്ള ചെറിയൊരു പൊടിക്കൈ ഉണ്ട്. അത് നമ്മുടെ രഹസ്യമാണ്, അത് പറയണ്ട. ഒരു പൊടിക്കൈ ഉണ്ടല്ലേ? ഓക്കെ. നമുക്കൊരു 10-25 കൂട്ട് നമ്മളെ പറഞ്ഞു തന്നു. ഇത് കൂടെ ഒരു ചേച്ചിയുടെ ആയിട്ട് ഒരു പൊടിക്കൈ ഉണ്ട്, അമ്മ പറഞ്ഞു കൊടുത്ത്. ആ ഒരു കാര്യം അത് ലാസ്റ്റ് ആണ്, ഏറ്റവും ലാസ്റ്റ് ആണ്. അത് ലാസ്റ്റ് അല്ല, നമ്മൾ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ചെയ്യും. അപ്പൊ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ചൂടെല്ലാം മാറി ഓക്കെ ആകും. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഇലകൾ അരിച്ചു മാറ്റി എണ്ണയുമായിട്ട് വേർതിരിച്ച് അതിനുശേഷമാണ് പാക്ക് ചെയ്ത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ എണ്ണ ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ പച്ചമരുന്നുകൾ മൊത്തം ഇറങ്ങി തുടങ്ങി. ഇപ്പൊ ഇത് കാണുമ്പോ അറിയാം നമ്മൾ ആ ഇട്ടതിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കളർ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇനിയും വേകാൻ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ആവത്തില്ല. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറായി. 2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഇനി ഒരു 3-4 മണിക്കൂറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതെ, ഇതേ തീയില് കിടന്ന് വെന്ത് ഇതെല്ലാം ഇതിനകത്തുനിന്ന് ഇറങ്ങണം. ഇപ്പൊ ഇതിനകത്തൊക്കെ മിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 6 മണിക്കൂറത്തെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ നൈറ്റ് ഇങ്ങനെ വെച്ചേക്കും. നാളെ രാവിലെ ഉള്ളൂ ഈ ഒരു ചെമ്പയിൽ ഇത് എടുക്കുന്നത് അല്ലേ? മാറ്റത്തുള്ളൂ. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് മാറ്റുന്നത്. ഇതാണ് നമ്മുടെ എണ്ണ, നമ്മുടെ കാച്ചിയ എണ്ണ. കാച്ചെണ്ണ എന്നുള്ള പേരിലാണ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഓക്കെ. ശരിക്കും ഈ ഒരു സംരംഭമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തോളം ആകുന്നുണ്ട്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലായിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 വർഷത്തോളം ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാച്ചാണ് ഇപ്പം ലോകത്ത് പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു എണ്ണ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. UK-ലുള്ളവർ വാങ്ങിച്ചിട്ടുണ്ട്, ദുബായിയെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ് വിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചവർ തന്നെ റിപ്പീറ്റ് അവരുടെ പരിചയക്കാരാണ് കൂടുതലും വീണ്ടും വന്ന് വാങ്ങിക്കുന്നത്. കാരണം അവർക്ക് ഇത് പ്രയോജനമായെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റിപ്പീറ്റ് അത് വാങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണ നമ്മൾ ബോട്ടിലാക്കി കഴിഞ്ഞതാണിത്. ഈ എണ്ണയാണ് നമ്മുടെ ഈ മുടിയുടെ രഹസ്യം. നമ്മുടെ അമ്മൂമ്മയുടെ കാലം തൊട്ടേ ഉള്ള കൂട്ടിലൂടെ കാച്ചെണ്ണ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. നമ്മുടെ അമ്മൂമ്മ നമുക്ക് അമ്മയ്ക്ക് പകർന്നു കൊടുത്തു. അമ്മ ആരും ഞങ്ങളിലേക്ക് പകർന്നു തന്നിരിക്കുന്നു. ഇപ്പൊ ഞങ്ങള് ഈ ജനറേഷൻ ഞങ്ങൾ ചെയ്യുന്നു ഇത്. ഓക്കെ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ വീട്ടിലുള്ള ഇത് തന്നെയാണ് എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്.